ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അറേബ്യൻ മലബാരിഷമേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗഫലാണ്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അൽഫാം ചിക്കനും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബുഹാരി റൈസുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ബുഹാരി റൈസും അൽഫാം ചിക്കനും രണ്ടും ഒരു കോമ്പിനേഷൻ നാട്ടിൽ നമ്മൾ അധികം കഴിച്ച് കാണില്ല. നാട്ടിലധികം കിട്ടുന്നത് നമുക്ക് മന്തി റൈസോ അല്ലെങ്കിൽ ബിരിയാണി റൈസൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബുഹാരി റൈസും അൽഫാം ചിക്കനും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആയിട്ടൊരു ഒരു മധുരമുള്ള റൈസാണ്. അപ്പോൾ എന്തുകൊണ്ട് മധുരം, നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇടുന്ന ക്യാരറ്റ് അത്യാവശ്യം ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കുക, അത് കണ്ട് മനസ്സിലാക്കുക ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോ കണ്ട് പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ എടുത്ത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് എത്ര ഡീപ്പായിട്ട് വരഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മസാല ഉള്ളിലേക്ക് കയറിക്കോളും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ചിക്കൻ എടുത്ത്, ഇപ്പോൾ ഞാൻ 2 ചിക്കൻ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ചിക്കൻ എടുത്ത് സെൻറ്റർ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ ഞാൻ യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അത് അത്യാവശ്യം എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സുറുക്ക ഒഴിച്ചു കൊടുക്കുക. 4 ടേബിൾ സ്പൂണിൻ്റെ അളവിനാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ വെള്ളം, അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നല്ല പോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് വെച്ച് നമുക്കൊരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന എത്ര ഡീപ്പായി കട്ട് ചെയ്തെന്ന് അതിലേക്കൊക്കെ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച് കൊടുക്കുക. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ കളേഴ്സോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളറാണ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ ഗ്രില്ലിൽ നമുക്ക് കനലിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. സംഭവം ഇത് തട്ടിക്കൂട്ട് ഗ്രില്ലാണെങ്കിലും അത്യാവശ്യം നമുക്കൊരു അൽഫാം ഉണ്ടാക്കാനൊക്കെ പറ്റും. 2 കോഴിയൊക്കെ കൊള്ളുള്ളൂ, എന്നാലും അത് മതി. അത്യാവശ്യം കനലായതിന് ശേഷം നമ്മൾ മസാല വെച്ച് ഇരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയിൽ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ നമ്മൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, വെന്ത് കിട്ടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇടയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിലി ആവണമെന്നൊരു ടെക്സ്ചർ, നല്ലൊരു ഓയിലി ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ ബട്ടറൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെടുത്തൊരു പ്ലേറ്റിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതിലാണ് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഞാനൊരു ട്രേയിലോട്ടാണ് മാറ്റി വെക്കുന്നത്. ഏകദേശം എല്ലാ ഭാഗവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബുഹാരി റൈസ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 150 ml യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മളൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള അരിഞ്ഞ് നമുക്കതിനെ ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
അത്യാവശ്യം ബ്രൗണായി വരുന്നുണ്ട് കേട്ടോ. ഇടയിലിടയിൽ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4 ക്യാരറ്റാണ്. 4 അത്യാവശ്യം സൈസുള്ള ക്യാരറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റ് നമ്മൾ വെറുതെ പച്ചക്ക് തന്നെ കഴിക്കുന്ന ഒരു ഐറ്റമാണല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ 3 വലിയ സൈസ് തക്കാളിയുടെ ജ്യൂസാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്പം ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ റൈസിന് ചെറിയൊരു മധുരം ഉള്ളത്. നമ്മൾ അത്യാവശ്യം ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ടൊമാറ്റോ സോസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റൈസിന് ചെറിയൊരു മധുരം ഉള്ളത്. നമുക്കിത് വേണമെങ്കിൽ സ്പൈസി ആക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മുളകും അതുപോലെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മുടെ ടേസ്റ്റിലേക്ക് എത്തിക്കാം. ഇനി നമുക്കിതിൽ 3 ടേബിൾ സ്പൂൺ സാൾട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കുന്നതായതുകൊണ്ട് ഇരട്ടി വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത് അത് വെള്ളം ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, 1/2 ടേബിൾ സ്പൂണ്. ഇത് വലിയൊരു എരിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാശ്മീരി ചില്ലി പൗഡറാണ്, അത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്തി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ 1.5 കിലോ അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി നമുക്കൊരു മൂടിയെടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഇടയിലൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ അരിയും വെള്ളമൊക്കെ പാകമല്ല എന്നുള്ളത് അറിയാവുന്നതിന് വേണ്ടിയിട്ട്. ഇരട്ടി വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അരിയുടെ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. വെള്ളം അധികമാവുകയൊന്നും ചെയ്യില്ല. വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ പൂവും പട്ടയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് കറുത്ത മുന്തിരിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി റൈസായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് റെഡ് കളറും എല്ലാം കിട്ടിയിട്ടുണ്ട്. അരി നല്ല വിട്ട് നിൽക്കുന്ന അരിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനെ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയും അതുപോലെ പച്ചമുളക് പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇടാം. അല്ലെങ്കിൽ ജസ്റ്റ് സവോള വഴറ്റുന്ന ടൈമിൽ പച്ചമുളകും കൂടി കൂട്ടത്തിൽ വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എരിവും കിട്ടും. ഇതിപ്പോൾ ചെറിയൊരു മധുരം നമുക്ക് ഈ റൈസിനുണ്ടാവും. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഈ ഇടുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ അരി വിട്ടിട്ടാണോ അതോ ഒട്ടിയിട്ടാണോ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അൽഫാം ചിക്കനും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സംഭവം ഉഷാറല്ലേ? വീഡിയോ എല്ലാവരും കണ്ടു കാണുന്നു പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന റൈസാട്ടോ. ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര തന്നെ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അതിലെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സൈഡ് ഡിഷായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് തൂമാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അതിൽ കയറി എങ്ങനെയാണ് തൂമുണ്ടാക്കുന്നത് നിങ്ങൾ
നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, മാസ്സലാമ.